തൃശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢിയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ശങ്കര ഹാളിൽ തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം സംഘടിപ്പിച്ചു. മാതാമൃതാനന്ദമയി മഠത്തിലെ സ്വാമി അനഘാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവ്വ ഐശ്വര്യ പൂജയോടെയാണ് ഹിന്ദു മഹാസംഗമം ആരംഭിച്ചത്. പാഞ്ചജന്യം ഭാരതം എന്ന സാംസ്കാരിക സംഘടനയാണ് ഹിന്ദു മഹാസംഗമം സംഘടിപ്പിച്ചത്. നിരവധി സന്യാസി ശ്രേഷ്ഠരും തന്ത്രിമുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്രം ഭാരവാഹികളും സംഗമത്തിൽ പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി അനഘാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജയോടെയാണ് ഹിന്ദു മഹാസംഗമം ആരംഭിച്ചത്. ഹിന്ദു മഹാസംഗമം ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണെന്നും നാടിന്റെ ആധ്യാത്മിക പൈതൃകത്തെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരമൊരു ഹിന്ദു മഹാസംഗമത്തിന്റെ ഉദ്ദേശമെന്നും തൃശൂർ ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ പറഞ്ഞു. തൃശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തില് ഒരു ഹിന്ദു മഹാസംഗമം സംഘടിപ്പിക്കപ്പെടും. അത് ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ്. ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ നാടിൻ്റെ ആധ്യാത്മിക പൈതൃകത്തെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. ജസ്റ്റിസ് ടി.പി. നഗരേഷ് ഹിന്ദു മഹാസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് ഒരു ചരിത്ര സംഭവമാണെന്നും സനാതനധർമ്മ വിശ്വാസികളായ എല്ലാ ജനങ്ങളുടെയും സമഗ്രമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വേദിയാണ് ഹിന്ദു മഹാസംഗമമെന്നും മാതാ അമൃതാനന്ദമയി മഠം മേപ്പാടി മഠാധിപതി വേദാമൃതാനന്ദപുരി പറഞ്ഞു. വടക്കുംനാഥൻ്റെ മണ്ണിൽ ഒരു പുതിയ ചരിത്ര സംഭവം കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളായ എല്ലാ ജനങ്ങളുടെയും സമഗ്രമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ സംഗമമായിട്ടാണ് ഹിന്ദു മഹാസംഗമം തൃശ്ശൂരിൽ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ശേഷം നാരായണ പൂജയും നാരായണീയ പാരായണവും നടന്നു. ഉച്ചയ്ക്ക് ശേഷം ഹിന്ദു മഹാസംഗമം യൂത്ത് പാർലമെന്റും യതി സംഗമവും നടന്നു. പാഞ്ചജന്യം ഭാരതം എന്ന സാംസ്കാരിക സംഘടനയാണ് ഹിന്ദു മഹാസംഗമം സംഘടിപ്പിച്ചത്. അമൃത ന്യൂസ്, തൃശൂർ.